PSC പേജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനലിൽ ഈ വീഡിയോകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള PSC നടത്തുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് എക്സാമിന് ഉതകുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഓൾറെഡി 6 പാർട്ടായി കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. കേരള PSC നടത്തുന്ന ഈ എക്സാമിന് പഠിച്ചു തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക്കായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വേണം നിങ്ങൾ പഠിക്കാൻ. അത് നിങ്ങളുടെ എക്സാമിന് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും കേരള PSCയുടെ ഒരു ബുക്കിലെ ഒരു പേജ് എന്ന നിലയിൽ ഓരോ വീഡിയോസിനെയും കാണുക. അതുപോലെ തന്നെ നോട്ട് ചെയ്ത് ക്രമപ്പെടുത്തുക. അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ എക്സാമിന് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടേബുലേഷൻ? Classification is meant for arranging the data into characteristics or groups where each group has the number of items attached to it. In case of variables, it is given in the form of frequency distributions. അതായത് അതിൽ പറയുന്നത് ക്ലാസിഫിക്കേഷൻ മീൻ ചെയ്യുന്നത് ഒരു ഡാറ്റേനെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടോ ഗ്രൂപ്പ്സ് ആയിട്ടോ അറേഞ്ച് ചെയ്യുന്നു. അവിടെ ഓരോ ഗ്രൂപ്പും എന്തായിരിക്കും, ഒരു നിശ്ചിത ഐറ്റംസ് അറ്റാച്ച് ചെയ്തിരിക്കും. അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡാറ്റേനെ ഒരു പർട്ടിക്കുലർ നമ്പറായിട്ട് ഓരോ ഡാറ്റേഴ്സും അറേഞ്ച് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇൻ കേസ് ഓഫ് വാരിയബിൾസ്, ഇതിൽ യൂസ് ചെയ്യുന്ന വാരിയബിൾസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ഫോം ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആവാം, അത്രേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ടേബുലേഷൻ. ടേബുലേഷൻ ഈസ് ദി ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ്. അതായത് ടേബുലേഷൻ പറയുമ്പോൾ അത് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കും, അറേഞ്ച് ചെയ്തിരിക്കും. റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ടേബുലേഷൻ എന്ന് പറയുന്നത്. ഇൻ എ ടേബിൾ ഡാറ്റ മേ ബി പ്രസൻറ്റഡ് ഇൻ മോഡിഫൈഡ് ഫോംസ് ആസ് വെൽ. എക്സാമ്പിൾ ഇൻ പേഴ്സൺ ഓർ പ്രൊപ്പോർഷൻ, ടോട്ടൽ ഓർ ആവറേജ് വാല്യൂസ് എക്സെട്ര. ക്ലിയർ ആണല്ലോ. ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ളതിനെ ഡാറ്റാസിനെ അറേഞ്ച് ചെയ്യുന്നു. അത് ഇൻ കേസ് ഓഫ് വാരിയബിൾ ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ഫോം ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമുല ആവാം. ടേബുലേഷൻ പറയുമ്പോൾ അത് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആർ. ഏതൊക്കെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് കണ്ടുവരുന്നത്? ഫസ്റ്റ് വൺ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് വൺ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ ക്ലാസിഫിക്കേഷൻ. അതെന്തിനെ സംബന്ധിച്ചിട്ടായിരിക്കും? അക്കോർഡിംഗ് ടു പ്ലേസ്, ഏരിയ ഓർ റീജിയൻ. ഓക്കെ. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മന്ത്ലി, ഇയർലി എക്സെട്ര. അത് അക്കോർഡിംഗ് ടു മന്ത്ലി, ഇയർലി എക്സെട്ര. അതായത് അത് കാലക്രമത്തിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അതായത് ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ട്, അതിൻ്റെ അളവ് എത്രയുണ്ട് എന്നുള്ളതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി അട്രിബ്യൂട്ട്സ് ഓഫ് സബ്ജക്ട്സ് ഓർ ഐറ്റംസ്. എക്സാമ്പിൾ പറയുന്നത് സെക്സ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, കളർ എക്സെട്ര. അതായത് അതിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് ക്വാണ്ടിറ്റി പറയുമ്പോൾ എന്താ? നാലാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ എക്സാമ്പിൾ വരുന്നത് ഏജ്, ഇൻകം, വെയ്റ്റ്, ഹൈറ്റ്, ഇതൊക്കെ അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഡൺ അക്കോർഡിംഗ് ടു ഡാഷ്. ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് എന്തിനെ തുടർന്നാണ് ഉണ്ടാവുന്നത്? എന്തിനെ തുടർന്നുണ്ടാകുന്ന അട്രിബ്യൂട്ട്സ്. അതിലത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ടാകുന്ന അട്രിബ്യൂട്ട്സ്, അതിൻ്റെ ഫാക്ടേഴ്സ്, അതിൻ്റെ ഘടകങ്ങൾ വെച്ചിട്ടാണ്. അത് ഏതൊക്കെ ഘടകങ്ങൾ, ഒരു പർട്ടിക്കുലർ ഫാക്ടേഴ്സിലത് ഒരു ക്ലാസിഫിക്കേഷൻ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഡൺ അക്കോർഡിംഗ് ടു ഡാഷ് അട്രിബ്യൂട്ട്സ്. നെക്സ്റ്റ് വൺ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ലീഡ്സ് ടു. നമ്മൾ വായിച്ചതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ലീഡ് ചെയ്യുന്നത് എന്താ? ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്കായിരിക്കും. നെക്സ്റ്റ് വൺ, ദി സെൻസസ് ഡാറ്റ പബ്ലിഷ്ഡ് ഫോർ city-wise population in India
വിൽ ബി നോൺ ആസ് ഡാഷ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു ഒരു പ്ലേസ്, അതുപോലെ തന്നെ റീജിയൻ, ഏരിയ, ഇതിനൊക്കെ പറയുമ്പോൾ നമ്മൾ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷനാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ദി ഡാറ്റ റെക്കോർഡഡ് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ലൈക്ക് literate, primary, secondary, graduate, technical, etc. will be known as dash classification. എന്ത് ക്ലാസിഫിക്കേഷൻ ആണ്? ക്വാളിറ്റി. അതിൻ്റെ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാമിലീസ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് വിൽ ബി ക്ലാസിഫൈഡ് ആസ് ഡാഷ് ക്ലാസിഫിക്കേഷൻ. അവിടെ എന്താ നോട്ട് ചെയ്യുന്നത്? അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്, സൈസാണ്, അതായത് മാഗ്നിറ്റ്യൂഡാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. Next one, year-wise recording of data of food production will be called dash classification. In the classification, chronological classification. Next one, what do you understand by multi-factor classification? എന്താണ് മൾട്ടി ഫാക്ടർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, അതായത് ഒരു ക്ലാസിഫിക്കേഷൻ എടുത്താൽ ആ ക്ലാസിഫിക്കേഷനിലെ നോട്ട് ചെയ്യുന്നത് എന്താ? അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്? അതിൻ്റെ അട്രിബ്യൂട്ട്സിനെ, അല്ലെങ്കിൽ അതിൻ്റെ അട്രിബ്യൂട്ട് മീൻസ് ഫാക്ടേഴ്സ്. അപ്പോൾ മൾട്ടി ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ? ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ക്ലാസിഫിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ മൾട്ടി ഫാക്ടർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അതാണ് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ 2 or more factors or attributes is known as മൾട്ടി ഫാക്ടർ ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ മൾട്ടി ഫാക്ടർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ classification criteria based on 2 or more factors is known as dash. Which one? Multi-factor classification. Okay. Next question. Classification is applicable in case of dash. ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് അപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴൊക്കെയാണ്? അത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എത്ര തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, ഓപ്ഷൻ ബി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ എന്താ ആൻസർ? നമുക്കറിയാം 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ഉണ്ട്. അപ്പോൾ എന്താ? ബോത്ത് എ ആൻഡ് ബി. ഓക്കെ. നെക്സ്റ്റ് വൺ, ടേബുലേഷൻ മേക്സ് ദി ഡാറ്റ ഈസിലി ഡാഷ്. അതായത് ഒരു ടേബുലേഷൻ, അതായത് റോ വേസും കോളം വേസ് ആയിട്ടും ഒരു ഡാറ്റയെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ നമുക്കത് എന്താവണം? കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആവണം. അതായത് അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടേബുലേഷൻ മേക്സ് ദി ഡാറ്റ ഈസിലി ഡാഷ് അണ്ടർസ്റ്റാൻഡബിൾ. കൂടുതൽ നമുക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്, അത് കൂടുതൽ ഈസി ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? എക്സോസ്റ്റീവ് ആണ്, പിന്നെന്താ? സ്റ്റെബിലിറ്റി ഉണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ, പിന്നെ അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഹോമോജിനിറ്റി ഉണ്ട്, സ്യൂട്ടബിലിറ്റി ഉണ്ട്, അരിത്തമെറ്റിക് ആക്യുറസി ഉണ്ട്. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് അത് മുഴുവനായിട്ട് അതിനെ ടച്ച് ചെയ്യുന്നു, അത് സമഗ്രമായിട്ടുള്ളൊരു സ്റ്റഡിയാണ് അവിടെ നടക്കുന്നത്. സ്റ്റെബിലിറ്റി മീൻസ് അതിനൊരു സ്ഥിരതയുണ്ട്. ഫ്ലെക്സിബിലിറ്റി നമുക്കറിയാമല്ലോ. പിന്നെ ഹോമോജിനിറ്റി എന്താ? അതിന് ഒരു ഏകമായിട്ടുള്ളൊരു സ്വഭാവമുണ്ട് അതിന്. ഒരു ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോൾ, ഒരു ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ക്ലാസിഫിക്കേഷനിലെ എല്ലാം അതിലുള്ള എല്ലാതിൻ്റെയും ഫാക്ടർ ഒന്നായിരിക്കും. ഓക്കെ. സ്യൂട്ടബിലിറ്റി ആൻഡ് അരിത്തമെറ്റിക് ആക്യുറസി, ഇതൊക്കെയാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുക, ആവർത്തിച്ച് കാണുക, അതുപോലെ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ മുൻ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കാണുക. അതിൽ നമ്മൾ മുൻകാലങ്ങളിൽ കേരള ബേസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതവർക്കൊരു ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.